ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമയം രാവിലെ 10 മണി. ഏതാണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചായൻ്റെ കടി തിന്നലും ഒക്കെ കഴിയലുള്ളതാണ്. പക്ഷെ ഇപ്പം ഞാനിത് ഉണ്ടാക്കണേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. ഇതുവരെ ഞാൻ കടന്നുറങ്ങിയിരുന്നു. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി വെച്ച് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ കറി ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പണികളൊക്കെ ഒന്ന് റെഡി ആയപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. അല്ലെ പിന്നെ മൊത്തത്തിൽ നേരം മുഴുകും. എന്തായാലും എൻ്റെ കൂടെ ഉമ്മയും ഉണ്ട് കേട്ടോ ഇവിടെ സഹായത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചായന് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റായി. എന്താണ് നേരം വൈകിയതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ മൊത്തത്തിലൊരു പകർച്ചപ്പനിയുടെ ടൈമാണ് കേട്ടോ. ഓരോരുത്തർക്ക് വരിക പോവുക അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ പോലും ഒഴിവാക്കാതെ പനി എല്ലാവരിലും എത്തിയിട്ടുണ്ട് ഏതാണ്ട്. അപ്പോൾ ഹൈസൂനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ പനി ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ തലേ ദിവസം രാത്രി ഓനുണ്ട് ഹോസ്പിറ്റലിൽ പോയി. എനിക്കിങ്ങനെ ശ്വാസം മുട്ടൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് പിന്നെ ഓൻ ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങിയില്ല, ഉമ്മ ഉറങ്ങിയില്ല, അങ്ങനെ ഉറങ്ങായി ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമായിട്ടാണ് ഞാനിപ്പോൾ ഈ നേരം മെഴുകി എണീറ്റിട്ടുള്ളത്. തലേ ദിവസം ഉറക്കം കിട്ടാത്തതാണ് മെയിൻ പ്രശ്നം കേട്ടോ. അപ്പം രാത്രി ഉറങ്ങാത്തവൻ പകൽ നല്ല ഉറക്കമാണ് കണ്ടോ, തൊട്ടിയിലൊക്കെ ഇരുന്ന് കിടന്നുറങ്ങണ്. അപ്പോൾ എങ്ങനെയും ഉറങ്ങട്ടെ അല്ലേ പാവം. വയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മൂക്ക് ജലദോഷമല്ല, ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട്, മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ആൾ നല്ല ഉറക്കമാണ്. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ. തണുപ്പും മഴയും കാറ്റൊക്കെയാണ്. ഉമ്മാൻ്റെ പനി ഇതേ വന്ന് പോയിട്ട് ഉമ്മ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൈസൂനാണ്, ഇസൂനും പനിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് അർഷാക്കു നമ്മുടെ വിദേശത്തു നിന്നും ലാൻഡ് ചെയ്യുന്ന ദിവസമാണ്. ആള് മത്സരത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ഖത്തറിലേക്ക്, സൗദി അറേബ്യയിലായിരുന്നു കേട്ടോ മത്സരം. അപ്പോൾ അവിടെ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഇന്ന് എത്തും. അവിടെ സെക്കൻഡ് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിശേഷം കൂടി ഇന്നുണ്ട്. ഷാക്കിറിൻ്റെ ഉറക്കം ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ നല്ല ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഓൻ്റെ ഉറക്കവും പോയിട്ടുണ്ട്. അങ്ങനെ ഇസൂന് ഇപ്പോൾ പനി മരുന്നൊക്കെ കൊടുത്തിട്ട് ഏതാണ്ട് ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് ഒരുപാട് മരുന്നുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് 2 പാത്രത്തിലായി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ആദ്യം പോയതാണ് കേട്ടോ. ഞാൻ 10 മണിക്ക് പോയി, പിന്നെ കുറവില്ലാണ്ട് നമ്മൾ 3 മണിക്ക് പോയി. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ഒന്നും നമ്മുടെ പണികൾ ഇന്നത്തെ തീർന്നിട്ടില്ല, എല്ലാം അലമ്പായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ബ്രെഡും റസ്ക്കൊക്കെയാണ് രാവിലെ എണീറ്റപ്പോൾ ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി തിന്നത്. പിന്നെ നമ്മൾ നൂൽപുട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയൊക്കെയാണ് ചെയ്തിട്ട്. അപ്പോഴും ചായ കുടിച്ചിട്ടില്ല നമ്മൾ. അതിന് മുന്നേയായിട്ട് മക്കൾക്ക് ചായ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സമാധാനമായിട്ട് ഇറങ്ങുള്ളൂ. ഈ മരുന്നുകളൊക്കെ കുറേ ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി എടുത്തു കൊടുത്തിട്ട് ഉള്ള മരുന്ന് മാറ്റി വെക്കുന്നു. അതേപോലെ റീയൂസ് ചെയ്യാൻ പറ്റിയതുണ്ടാവില്ല, നമ്മൾ പൊട്ടിച്ചാലും ഉപയോഗിക്കാൻ പറ്റിയത്, അങ്ങനത്തെ കുറേ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പനിയുടെ കഫക്കെട്ടിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതൊക്കെ അവിടെ കാണുന്നത് തന്നെ ഏറെയാണ്. അങ്ങനെ ഞാൻ ആവശ്യമുള്ള മരുന്നുകളൊക്കെ മാറ്റി ബാക്കിയുള്ളതൊക്കെ കളയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തേ മാതിരി. ബാക്കി വന്ന മരുന്നുകളൊക്കെ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ ഇത് കളയാതെ ഞാൻ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള കിടാങ്ങൾ, ഇവിടെ നമ്മുടെ വീട്ടിൽ കുറേ കുട്ടികളുണ്ട്, ഓരോ വല്ല കളിയുടെ ഇടയിൽ ഇതൊക്കെ തുറന്നെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീടൊരു ഹോസ്പിറ്റൽ കേസായി മാറും. പിന്നെ അതിന് വേറെ കുറേ മരുന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിന് നല്ലത് ഞാനിതെല്ലാം കൂടെ ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഫില്ലറൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 2-3 പാരസെറ്റമോളൊക്കെ കാണാണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഈ പനി എവിടുന്നാ എങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഈ പാരസെറ്റമോൾ, കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ചില്ലേ. അപ്പോൾ അതാണ് മാറ്റി വെച്ചിട്ട് ബാക്കി മരുന്ന് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടില്ലേ, പല പല കളറുള്ള മരുന്ന് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നു. പക്ഷെ മണം അത്ര നല്ലതല്ല. അതൊക്കെ കൊണ്ടുപോയി ഞാൻ വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു കേട്ടോ. ഹൈസൂനില്ലേ നല്ല ഇഷ്ടമായിക്കുന്നത്. അപ്പത്തിനോ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉറങ്ങാൻ എണീക്കുക കറിയുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇവനക്ക് ഭയങ്കര പനിയാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്നാണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. വെട്ടിക്കൂട്ടിയ തണ്ണിമത്തൻ അകത്താക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് അവിടെ തന്നെ കൊണ്ടേ വെപ്പിച്ചിട്ടു. പക്ഷെ ഓനക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കണ്ടോ, കരിയുന്നത് കണ്ടില്ലേ. കള്ളക്കരച്ചിൻ്റെ ആശാനാണ് കേട്ടോ. അത് തിന്നണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഈ കരയണത്. ഓനാണെങ്കിൽ കോഹോ എന്ന് പറഞ്ഞിട്ടാണ് കുരക്കണത്. മക്കൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ എന്താ പറയുക, ഓനെ അവിടുന്ന് കരച്ചിലൊക്കെ നിർത്തിയിട്ടുമ്പോൾ ചായ വാരി കൊടുക്കുന്നുണ്ട്. ചോറിയല്ല, നൂൽപുട്ട് വാരി കൊടുക്കുന്നുണ്ട്. ഷാക്കർ എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐസോന് പിന്നെ രാവിലെ നൂൽപുട്ട് കൊടുത്തു നോക്കിയപ്പോൾ കഴിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് കോറ വിരകി കൊടുക്കാമെന്ന്. അങ്ങനെ അത് വിരകുന്നുണ്ട്. ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വിരകിക്കണത്. ഒന്ന് ടേസ്റ്റ് മാറ്റി കൊടുക്കാമെന്ന് കരുതി. പനി ആയതുകൊണ്ട് ഒന്നും തിന്നില്ല ഓന്. പിന്നെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ. ഇപ്പം ഉണ്ടോ വീണ്ടും ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. സിദ്ദിഖാക്കാക്ക് പനി ഉണ്ടായിരുന്നു, മാറി. ഇപ്പം ഉപ്പാക്കും ഒക്കെയാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പനി തന്നിട്ട് കൂളായിട്ട് നിന്ന് ഷോ ഓഫ് ചെയ്യുന്നു കണ്ടോ നിങ്ങൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് ജാഗ്രത ഡ്രസ്സൊക്കെ മാറ്റി പോയി.
ഓന് പിന്നെ തിരുമ്പി ഏതോ ഒരു ലുങ്കി എടുത്തിട്ടാണ് വണ്ടി തുടച്ചിട്ട് എറിയുന്നത്. ഇങ്ങനത്തെയൊക്കെ ഓരോ അനിയന്മാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈറൊക്കെ തന്നെ വരും. നമ്മളിങ്ങനെ വയ്യാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താണ്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, കേൾക്കൊന്നുമില്ല. ഷിനു ആവി പിടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നെബുലൈസർ വാങ്ങിയിട്ട് ഭയങ്കര കാര്യമാണ് കേട്ടോ. എത്ര ആൾക്കാർ ആവി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അതൊരു നല്ലൊരു എന്താ പറയുക സാധനമായി. അങ്ങനെ ഞാനും ഇവിടെ ചായയൊക്കെ കുടിച്ചു. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കുകയാണ്. അർഷാക്ക് ഉച്ച കഴിഞ്ഞ് 4 മണിയൊക്കെ ആയിട്ട് എത്തുക. പക്ഷേ ഫുഡ് ഇവിടെ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. സോ നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തുണ്ടാക്കി റബ്ബേ, പടവലങ്ങയും പരിപ്പും കറി ഉണ്ടാക്കി, ചോറ്, പിന്നെ രാവിലെ വെച്ച ചിക്കൻ്റെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഞാൻ കറി ഒന്ന് താളിച്ചെടുക്കുകയാണ്. റെസിപ്പി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഹൈസുവിൻ്റെ മൂഡ് റെഡി ഇല്ലാത്തതുകൊണ്ടേ ചിലപ്പോൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ചോറ് റെഡി, ക്യാരറ്റ് ഉപ്പേരി, പിന്നെ എന്തായിരുന്നു ഗെയ്സ്, ചിക്കൻ കറി രാവിലത്തെ കേട്ടോ. പിന്നെ ചിക്കൻ തികഞ്ഞില്ലെങ്കിലും നേരിട്ട് ഞാൻ കുറച്ച് ഉണക്കലെടുത്ത് കഴുകി വെള്ളത്തിലിട്ട് മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഐസുവിൻ്റെ അമ്മതെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊക്കെ കൊണ്ടിരുത്തുന്നുണ്ട് കേട്ടോ. അവനക്ക് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വെയ്യാത്തതുകൊണ്ട് ആൾ എവിടെ ഇരുത്തിയാലും അപ്പം അവിടെ കിടക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവരുടെ തോളത്ത് കിടക്കും. ഒരു 4 മണിയൊക്കെ ആയപ്പോഴല്ലേ അർഷാക്ക് വന്നു കേട്ടോ. ഞാൻ അർഷാക്ക് വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അതുവരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഭർത്താവിനെ കാത്തിരിക്കുന്ന പ്രിയപത്നിയായിരുന്നു ഞാനപ്പോൾ. അങ്ങനെ അർഷാക്ക് വന്ന തിരക്കായിരുന്നു. ചെറിയൊരു മിഠായി പാക്കറ്റൊക്കെ ഉണ്ടാകും. മിഠായി പാക്കറ്റല്ല, കുറച്ച് മിഠായി കുട്ടികൾക്ക് കൊടുക്കണം. അതൊക്കെ ഉരച്ച് അങ്ങനെയൊക്കെ ആയി. എല്ലാവരും കാണാനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആകെ തിരക്ക്. പിന്നെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും എനിക്ക് ചെറിയതായിട്ടൊരു പനി ഇങ്ങനെ വരേണ്ട ഒരു ലക്ഷണമൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എൻ്റെ മൂഡ് ഒക്കെ പോയി. വ്ളോഗിൻ്റെ ഐഡിയ ഒക്കെ മൈൻഡിൽ നിന്ന് പോയി. പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ പഠിച്ചോനെ ഞാൻ രാവിലെ വ്ളോഗ് എടുത്തിരുന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ദേ ഐസുവിനെ ഉറക്കാണ് കേട്ടോ സയാന്. അർഷാക്കും ആണെങ്കിൽ യാത്രാക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ പനിയും വെച്ചിട്ട് ചെറുതിനേണ്ട് ഇറക്ഷഞ്ഞ വരയ്ക്കുന്നു കേട്ടോ. പിന്നെ ആൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. യാത്രയൊക്കെ ചെയ്തു വന്നതല്ലേ. പിന്നെ അർഷാക്ക് ഉംറ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് ഭയങ്കര സന്തോഷം. ആൾക്ക് ഭയങ്കര പൊലിവായിട്ടുണ്ട്. അവന് മത്സരം ഉമ്രയൊക്കെ കഴിഞ്ഞിട്ട് അത് എല്ലാതും നല്ല ഭംഗിയായിട്ട് തീർന്നു. പക്ഷേ ആൾ വന്നിറങ്ങിയതൊരു പകർച്ചപ്പനിയിലോട്ടാണെന്ന് മാത്രം. ഇനിയിപ്പോൾ ആൾക്കും പനി വരും എന്നുള്ളതൊക്കെ നമ്മൾ വരണേ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ് കേട്ടോ മനസ്സിൽ. വർഷക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചു ഞാൻ. കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാതും ഒന്ന് ക്ലീൻ ആക്കാനൊന്നും നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. പനി ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ പ്രശ്നക്കാരനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ട്, എന്തെങ്കിലും വരില്ല, എന്തെങ്കിലും വാടുക എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ട് എല്ലാം കൂടെ പുറത്തേക്ക് എടുത്തിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഞാനിതൊന്ന് നേരാക്കി വെക്കാമെന്ന് കരുതി. ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഒന്നും കയറ്റാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളൊക്കെ തുടക്കാനായിക്കണു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തുടച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി. പ്രത്യേകിച്ച് എനിക്ക് പാമ്പേഴ്സിൻ്റെ പാക്കറ്റ് ഇതൊന്നും എടുക്കാണ്ടായിരുന്നു, അതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പനി കാരണം. ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കിനും സയാന് ഐസിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനേണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓൻ ആദ്യം ഉറങ്ങലുള്ളതാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ട് ഓൻ്റെ ഉറക്കം റെഡി ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നട്ടപ്പാതിരിക്ക് എണീറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടോ. അതെന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് മരുന്നൊക്കെ തന്നു ഗെയ്സ്. ഞാൻ എന്നിട്ട് മാസ്ക് ഒക്കെ ഇടാൻ നടക്കുന്നത്. ഭയങ്കര ജലദോഷം, ചുമ, പനി വല്ലാണ്ട് അങ്ങോട്ട് പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത്. പിന്നീട് എൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ എല്ലാവരും എടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആദ്യം 2 കുപ്പി ഗ്ലൂക്കോസ് കയറ്റി, പിന്നെ പോയപ്പോൾ 1 കുപ്പി ഗ്ലൂക്കോസ് കയറ്റി. അങ്ങനെയാണ് നമ്മൾ ഓക്കെ ആയത് കേട്ടോ. പിന്നെ ഒന്ന് റെഡിയായ ടൈമിലാണ് കേട്ടോ ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. പിന്നെ ഞാനിത് രാവിലെ നേരം വൈകിട്ട് തന്നെയാണ് എണീറ്റത് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ തലേ ദിവസത്തെ കഴുകണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുകയാണ്. വയ്യാതായപ്പോൾ എല്ലാ പണികളും തോന്നിയ സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല, കറക്ഷനൊന്നും നോക്കാറില്ല. നമുക്ക് വയ്യെങ്കിൽ എങ്ങനെയല്ലേ, നമ്മളിങ്ങനെ വല്ലാണ്ട് സിഫത്തും കാര്യങ്ങളൊന്നും നോക്കുകയൊന്നുമില്ല. എനിക്ക് നല്ല പോലെയുള്ള ടൈമിലാണെങ്കിൽ ഞാൻ അതൊക്കെ നോക്കലുണ്ട്. ഇതിപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ചായക്ക് എന്തുണ്ടാക്കും എന്നാണ് ആലോചിക്കണത്. വേറെ രസം എന്താ വെച്ചാലില്ലേ, വെയ്യേനും എന്നാൽ നല്ല എന്തെങ്കിലുമൊക്കെ തിന്നും വേണം എനിക്ക്. അങ്ങനത്തെ സ്വഭാവമായി പോയി. പക്ഷെ എന്നാൽ ഉണ്ടാക്കാനും വയ്യ. എന്തായാലും ഞാൻ റവ മാവ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതാവുമ്പോൾ കുട്ടികൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് കരുതിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ മഴയാണ്. പുറത്ത് മഴയും ഉള്ളിലൊക്കെ ടൈലൊക്കെ ഭയങ്കര തണുപ്പുമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ പനി.
പിന്നെ ഐസുവിൻ്റെ ജലദോഷമൊക്കെ കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മാസ്ക് ഇട്ട് നടക്കണം. ഇനി പിന്നേന്ന് എനിക്ക് ഒന്നും കൂടെ വരണ്ടാന്ന് കരുതിയിട്ട്. അപ്പോഴേക്കിനും ഐസ് എണീറ്റ് വന്ന് വർഷാക്കിൻ്റെ ഉറക്കമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇനിയിപ്പം ചായ കുടിക്കണ ഒരു തിരക്കാണ് കേട്ടോ. ഞാൻ ഐസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഓനിക്കാണെങ്കിൽ മാസ്ക് ഇങ്ങോട്ട് പറിച്ചെടുത്തിൻ്റെ മുഖം ഇങ്ങോട്ട് കാണാനായിട്ട് ഇടങ്ങേറായിക്കണു. മുഖത്ത് എന്തെങ്കിലും വെക്കണമൊക്കെ ദേഷ്യമാണ് കേട്ടോ. ഓൻ്റെ മുഖത്ത് വെക്കണോ ഇഷ്ടമല്ല, വേറുള്ളവരുടെ മുഖത്ത് എന്തെങ്കിലും ഇരിക്കണ കാണാൻ ദൂരെയാണ്. അങ്ങനെ ദേ റവ വെള്ളം തിളച്ചപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ചിലപ്പം ബാക്കിയാവും, ചിലപ്പോൾ തികയാതെയാവും. കറക്റ്റായിട്ടുള്ളൊരു അളവ് ചില സമയത്ത് കിട്ടൂല കേട്ടോ. ഇപ്പോൾ ഇത് ആരൊക്കെ തിന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് മിണ്ടാതൊരു ഭാഗത്ത് പോയി കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. വയ്യെങ്കിലും മക്കളുടെ ഇടയിൽ കിടക്കാമെന്ന് പറ്റില്ല കേട്ടോ. ചെറിയ മക്കളുടെ തീരെയും പറ്റില്ല. ഇന്നത്തെ സ്കൂളിലേക്കുള്ളതൊക്കെ ജാക്കിക്കോ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ചെയ്യാനോട് ഓന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ആപ്പിളും മുന്തിരിയും ഒരു 3 ബോക്സിലൊക്കെ അല്ല 3 പാത്രത്തിലൊക്കെ എന്തൊക്കെയാ ആക്കിക്കോണു. പിന്നെ ഉരുളങ്കിഴങ്ങ് പൊരിച്ചത്, ഉപ്പ് മാങ്ങ കുപ്പി എല്ലാതും വെച്ചവും പ്ലേറ്റ് വെച്ചില്ല കേട്ടോ. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഏതോ പ്ലേറ്റിലാണ് ചോറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ. അങ്ങനെ ഇത് കുറേ ദിവസമായി ഞാനിങ്ങനെ കൂട്ടിയിട്ട ഡ്രസ്സുകളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്ന് യൂണിഫോമൊക്കെ കണ്ടുപിടിച്ച് കൊടുത്തു ഞാൻ. ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഐസുവിനെ ഒന്ന് ആവി പിടിക്കണം. ഓനിക്ക് 2 നേരം, ഓനിക്ക് 3 നേരം ആവി പിടിക്കാണ്ട്, എനിക്ക് 2 നേരം ആവി പിടിക്കാണ്ട്. പിന്നെ എല്ലാവർക്കും പാരസിറ്റാമോൾ, കുരയുടെ മരുന്ന്, ജലദോഷത്തിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൊടുക്കാൻ വേണം, റെസ്റ്റ് എടുക്കണം. നടന്ന് തന്നെ അല്ലേ. ഈ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റുമൊക്കെ എത്തൂല കേട്ടോ. എന്നാലും ചെറുതായിട്ട് കർഷാക്കുള്ളതുകൊണ്ട് റെസ്റ്റ് കിട്ടി. പിന്നെ ഇസൂനും ഞാനും കൂടെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. റവമാവായതുകൊണ്ട് വാരി കൊടുക്കണം, അല്ലെങ്കിൽ ഓൻ തിന്നൂല, ഓനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് നീച്ചു പോവും. ഒരു 3 ഉരുള തിന്നാതായില്ലേന്ന് കരുതി. പിന്നെ ഓൻ്റെ പല വിധത്തിലും പല നിറത്തിലുള്ള മരുന്നുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. മരുന്ന് കുടിക്കണമെങ്കിൽ ഒരു 2-3-4 സ്പൂൺ പഞ്ചസാരയൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഓനെ അത് കുടിപ്പിക്കുക എന്നുള്ളത് വലിയ പണിയൊന്നുമല്ല. 2 പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇറക്കി വിടും. അങ്ങനെയും കുടിക്കാത്ത മക്കളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരോ പണികൾ ഇങ്ങനെ വയ്ക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഐസുവിനെ ഉറക്കി കൊടുത്തു കേട്ടോ. ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ അധികവും മൂക്കിൽ ഇറ്റിക്കാറ്, അല്ലെങ്കിൽ ഓൻ സമ്മതിക്കില്ല. മൂക്കിൽ ഇറ്റുക എന്നാ പറയാ, എന്താണെങ്കിലും ആ സംഭവം. അങ്ങനെ 2 മൂക്കിൽ ഓരോ തുള്ളി വീതം ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മൂക്കിൽ ഇറ്റിക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നല്ലത് മാത്രം വെച്ചു. എത്ര ഉറക്കാണെങ്കിലും ചില സമയത്ത് തൊട്ടിയിലിട്ട് അപ്പം ഉണരും കേട്ടോ. പിന്നെ കുറച്ച് നേരം ആട്ടിയാലേ ഉറങ്ങുള്ളൂ. ഫാൻ്റെ സ്പീഡൊക്കെ ഞാൻ 1-ൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ കൊതു അടിക്കും, ഫാൻ ഇട്ടാലാണെങ്കിൽ തണുക്കുകയും ചെയ്യും. കുപ്പായിടാതെയൊക്കെയാണ് ഉറങ്ങിയിരിക്കണത്. വന്നപ്പോൾ ഹാളിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള തുണി മടക്കലാണ്. ഇസു അബിയും കൂടെ. അബി ഓൻ്റെ ഉപ്പാൻ്റെ ജേഴ്സി ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ. ഇസുവിനൊന്ന് മറന്നൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഓനും ജേഴ്സി ഒക്കെ ഇടല്. വേഗം അടുക്കളയിൽ വന്ന് കുറച്ച് ചുക്കുവെള്ളം വെച്ചു. പിന്നെ കുക്കറിൽ കുറച്ച് ചോറും വെച്ചു. ഒക്കെ പെട്ടെന്നാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ. ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ അപ്പോഴേക്കും ഐസ് എണീക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അരിയൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ച് നമ്മൾ ചോറ് റെഡി. പിന്നെ ഇത് ഉണക്കൽ കഴുകി അതൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കറിയൊന്നും വേണ്ടല്ലോ എന്ന് കരുതി. കഞ്ഞി വിളമ്പി വെച്ചപ്പോൾ ഇസൂനില്ലേ ചിക്കൻ ബിരിയാണി വേണമെന്ന് ഞാനിങ്ങനെ നോക്കി പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ചു ഞങ്ങൾ. അല്ലാതെ വേറെ വഴിയില്ല. അർഷാക്കു പിറ്റേ ദിവസം പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളെടുത്തൊരു ക്ലിപ്പാണിത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണേണ്ടവരിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.